ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പദ്ധതിയുമായി ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി ബോഡിഗാർഡ് സാറ്റലൈറ്റുകളെ നിയോഗിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ ഉപഗ്രഹങ്ങളുടെ സഹായം ഇന്ത്യക്ക് നിർണായകമായ വിവരങ്ങൾ നൽകിയിരുന്നു. ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണത്തെ തിരിച്ചറിയുകയും പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാണ് അംഗരക്ഷക ഉപഗ്രഹങ്ങൾ. 2024 മധ്യത്തിൽ ഒരു ഇന്ത്യൻ ഉപഗ്രഹത്തിനടുത്തേക്ക് അയൽ രാജ്യങ്ങളിൽ ഒന്നിന്റെ ബഹിരാകാശ പേടകം അപകടകരമായ വിധത്തിൽ അടുത്തെത്തിയ സംഭവം നടന്നിരുന്നു. ഇത്തരം സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനും ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് അംഗരക്ഷക ഉപഗ്രഹങ്ങളെ നിയോഗിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമിക്ക് 500-600 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ISROയുടെ ഭൂമിയിലെ വസ്തുക്കളുടെ നിരീക്ഷണം, ഭൂപട നിർമ്മാണം തുടങ്ങിയ സൈനിക ആവശ്യങ്ങൾക്കുപയോഗിക്കുന്ന ഉപഗ്രഹത്തിന് 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ബഹിരാകാശ പേടകം എത്തിയതായാണ് റിപ്പോർട്ട്. ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകളോളം ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ISROയുടെ ഭൂമിയിലെ വസ്തുക്കളുടെ നിരീക്ഷണം, ഭൂപട നിർമ്മാണം തുടങ്ങിയ സൈനിക ആവശ്യങ്ങൾക്കുപയോഗിക്കുന്ന ഉപഗ്രഹത്തിന് 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ബഹിരാകാശ പേടകം എത്തിയതായാണ് റിപ്പോർട്ട്. ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചില്ലെങ്കിലും ഇത് മറ്റു രാജ്യങ്ങളുടെ ശക്തി പ്രകടനമായി കണക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാലാണ് അംഗരക്ഷക ഉപഗ്രഹങ്ങളെ സജ്ജമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇതു സംബന്ധിച്ച് ISROയും ബഹിരാകാശ വകുപ്പും ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല.